കുംഭമേളയുടെ വിജയത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും സംഘാടകരെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഉയർന്നുവരുന്ന ആത്മബോധത്തിന്റെ പ്രതീകമാണ് കുംഭമേളയുടെ വിജയമെന്ന് മോദി പറഞ്ഞു. നാം സ്വാതന്ത്ര്യത്തിന്റെ ചിന്താഗതി വളർത്തി വരികയാണ്. കോളനിവൽക്കരണത്തിന്റെ ചിന്താഗതിയിൽ നിന്ന് മാറി സ്വാതന്ത്ര്യത്തിന്റെ ചിന്താഗതിയിലേക്കുള്ള വളർച്ചയുടെ ഭാഗമാണ് കുംഭമേളയുടെ വിജയം. ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യമാണ് കുംഭമേളയ്ക്കുള്ളത്. ഇതുവരെ കാണാത്ത ജനാവലിയാണ് കുംഭമേളയ്ക്ക് എത്തിയത്. ഏതാണ്ട് 64 കോടി പേരാണ് കുംഭമേള കാണാൻ എത്തിയത്, അല്ലെങ്കിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇവിടെ എല്ലാവരും ഒത്തുചേർന്നു. മഹന്തുക്കളും സന്യാസിമാരും ഒത്തുചേർന്നു. കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ചെറുപ്പക്കാരും എല്ലാവരും ഒത്തുചേർന്നു. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒത്തുചേർന്നു. കുംഭമേളയുടെ വിജയം നമ്മുടെ സംഘടനാപരമായ മിടുക്ക് കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിൽ ഇതുവരെ ഒരു പരിപാടി, ഇത്ര ബൃഹത്തായ ഒരു പരിപാടി ലോകത്ത് ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. 64 കോടി പേർ പങ്കെടുത്ത ഒരു പരിപാടി ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. ഔദ്യോഗികമായ അറിയിപ്പൊന്നുമില്ലാത്ത ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കുംഭമേളയ്ക്ക് ഒഴുകിയെത്തുകയായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കുംഭമേളയുടെ വിജയം ലോകത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും ആസൂത്രണ നയവിദഗ്ധർക്കും ഒരു പാഠമാണ്. ആസൂത്രണവും അതിന്റെ വിജയകരമായ നടപ്പാക്കലുമാണ് കുംഭമേളയിലൂടെ നടന്നത്. ഇത്രയധികം വരുന്ന ജനക്കൂട്ടത്തെ മാനേജ് ചെയ്യാൻ സംഘാടകർക്ക് കഴിഞ്ഞു. അതിനെ താരതമ്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. 144 കൊല്ലത്തിന് ശേഷം വന്ന മഹാകുംഭമേള നമ്മുടെ വികസനത്തിന്റെ ഒരു അധ്യായമാണ്. കൃഷ്ണന്റെ വായിലൂടെ നാം ലോകത്തെ കണ്ടു എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ കുംഭമേളയിലൂടെ ഇന്ത്യ അതിന്റെ വികസിതമായ ഭാവം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിന് സമാനമായിട്ടാണ് സന്യാസിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്ന് അവരെ ഉണർത്തിയത്. പൂർവികരെ നാം സ്മരിച്ചു. യാതൊരു ബന്ധനങ്ങളുമില്ലാത്ത ഭക്തിയായിരുന്നു എല്ലാവരുടേതും. കുംഭമേള എല്ലാത്തിനും പ്രചോദനമാണ്. അത് ഒരു ഐക്യത്തിന്റെ മന്ത്രമാണ് കുംഭമേള നൽകുന്നത്. UP സർക്കാരിനെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുകഴ്ത്തി. ആയിരക്കണക്കിന് ശുചീകരണ തൊഴിലാളികൾ, സെക്യൂരിറ്റി ജീവനക്കാർ, പോലീസുകാർ, നിരവധി പേരുടെ സർക്കാർ ജീവനക്കാർ, നിരവധി പേരുടെ ദിവസങ്ങളായുള്ള യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് ഈ കുംഭമേള വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ബോട്ട് ഡ്രൈവർമാർ, സാനിറ്റേഷൻ ജീവനക്കാർ, പാചകക്കാർ, ഇവരുടെയൊക്കെ സേവനം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഇത് കേവലം മതപരമായ ചടങ്ങല്ല. ഇന്ത്യയുടെ സാംസ്കാരികവും ആത്മീയവുമായ ചൈതന്യത്തിന്റെ പ്രതീകമാണ് കുംഭമേള. താൻ അടുത്ത് തന്നെ സോമനാഥ് സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 12 ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേതാണ് സോമനാഥ്. കുംഭമേള രാജ്യത്തിന് ആത്മീയമായ ബോധവും ഐക്യവും പ്രദാനം ചെയ്യുമെന്നും അത് ഗംഗയെപ്പോലെ അഭംഗുരമായി തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.